ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ട് എങ്ങനെയാണ് വീട്ടിൽ ലഡു തയ്യാറാക്കുന്നത് നോക്കാം. നല്ലൊരു മധുര പലഹാരമാണ് ലഡു. വളരെ ചിലവ് കുറഞ്ഞ ചേരുവ മാത്രം മതി നമുക്ക് ലഡു തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലഡു തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ട ചേരുവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ലഡു തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 250 ഗ്രാം കടലമാവാണ്. നമ്മളിപ്പോൾ ഈ ഒരു കപ്പിന് കടലമാവ് എടുക്കുകയാണെങ്കിൽ, നല്ലപോലെ നിറച്ച് ഒരു കപ്പ് കടലമാവ് എടുക്കുകയാണെങ്കിൽ ഇതിന് 1.5 കപ്പ് ഷുഗർ എടുക്കണം. മധുരം കുറച്ച് മതിയായവർക്ക് 1.25 കപ്പ് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 250 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 350 ഗ്രാം ഷുഗറാണ്. അപ്പം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടി, പിന്നെ ഉപ്പ്, 1/2 സ്പൂൺ ഏലക്കാപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് വേണം. കാഷ്യൂനട്ടൊക്കെ വറുത്തെടുക്കുന്നതിന് ആവശ്യമായ നെയ്യ് വേണം. പിന്നെ നമുക്ക് എണ്ണ വേണം. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ ചേരുവക. ഇത് ആദ്യം നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബൂന്തി തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ബൂന്തിക്കുള്ള മാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അല്പം സോഡാപ്പൊടി ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കളറിന് വേണ്ടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ദോശയ്ക്കുള്ള മാവിന് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ എടുക്കണം. കട്ട കെട്ടാതെ എടുക്കണം. കടലമാവ് ഞാൻ എടുത്തപ്പോൾ അരിച്ചാണ് എടുത്തിരുന്നത്. അങ്ങനെ നമ്മൾ കടലമാവ് എടുക്കുമ്പം നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഫിൽറ്റർ ചെയ്തെടുത്ത് വെച്ച മാവാണ് കടലമാവ്. വെള്ളം കൂടിപ്പോകാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബൂന്തി തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് മാവ് കോരി ഒഴിക്കാം. എങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നത് നോക്കാം. ഇതുപോലെ അരിപ്പ ഉള്ള ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. നമുക്കിതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കണം. അധികം മൊരിഞ്ഞു പോകണ്ട. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം.
നമ്മളിപ്പോൾ ബൂന്തി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂന്തിയിലെ പകുതി ഭാഗം എടുത്ത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വയ്ക്കണം. അതിനുശേഷം നമുക്ക് പാനി റെഡിയാക്കി പഞ്ചസാരപ്പാവ് റെഡിയാക്കി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കിനി ഇത് മിക്സിയിൽ പകുതി പൊടിച്ച് വയ്ക്കാം. എന്നിട്ട് പഞ്ചസാരപ്പാനി റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ ബൂന്തിയുടെ പകുതി ഭാഗം എടുത്ത് മിക്സിയിൽ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പകുതി പൊടിച്ചെടുക്കണം, പകുതി നമ്മളിതുപോലെ വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര പാനിയാക്കി ഒഴിക്കാം. പഞ്ചസാര പാവാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇത് നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പാവാക്കി എടുക്കണം. അപ്പം കുറച്ച് നേരം ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം. ലഡു ആയതുകൊണ്ട് നല്ല കളർ വേണം, അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിളക്കാം. ലഡുവിന് നല്ല മഞ്ഞ കളർ വേണം, അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചസാര പാവാക്കുമ്പോൾ അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാവ് എടുക്കുമ്പോൾ ഇതുപോലെ റെഡിയാക്കണം പാവ്. അപ്പോൾ നമ്മൾ ലഡു ഉരുട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാവ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. അല്പം ഇതുപോലെ ഇങ്ങനെ വരണം. ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ബൂന്തിയിലോട്ട് നമുക്കിത് ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ലഡു തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ബൂന്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാനിയാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് അവിടെ ഇരുന്ന് കുതിരുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂനട്ട് വറുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് മുന്തിരിങ്ങയോടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുന്തിരിങ്ങയും കാഷ്യൂനട്ട് വറുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്കിത് ലഡു പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ലഡു നല്ല പരുവത്തിലായിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ടുണ്ട്. നല്ല മുന്തിരിങ്ങയും കാഷ്യൂനട്ടും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു, ഹോം മെയ്ഡ് ലഡു. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഉരുട്ടി തയ്യാറാക്കി എടുക്കാം. ഇത്രയും നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ലഡു നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അത്ര എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.